മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ ചികിത്സാ പിഴവെന്ന ആരോപണം. കാലുവേദന മാറാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ ഞരമ്പ് മുറിഞ്ഞ 72കാരി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിനി പാർവതിക്കാണ് ദുരവസ്ഥ. കുടുംബം DMOയ്ക്ക് പരാതി നൽകി. തുടർ ചികിത്സയ്ക്കായി ഇതിനകം 3 ശസ്ത്രക്രിയകൾ പാർവതിക്ക് നടത്തിയെന്നും ഇപ്പോഴും നഷ്ടമായ ചലനശേഷി തിരിച്ചു കിട്ടുമോ എന്ന് ഉറപ്പില്ലാത്ത അവസ്ഥയാണെന്നും ബന്ധുക്കൾ പറയുന്നു. ഞങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് അമ്മമ്മയ്ക്ക് കാലിന് വേദനയാണ് കാണിക്കാൻ പോയതായിരുന്നു. അതിൽ അവർ ചെക്കപ്പ് ഒക്കെ ചെയ്തപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല, ECG റിപ്പോർട്ടും ഒക്കെ ഓക്കെ എഴുതി അവിടുന്ന് ചെയ്യിപ്പിച്ചു. അപ്പോൾ അതിലൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓപ്പറേഷന് ഡേറ്റ് തന്നുകൊണ്ട് 10-ാം തീയതി അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. ഈ മാസം 10-ാം തീയതി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അഡ്മിറ്റായി ഓപ്പറേഷനൊക്കെ ചെയ്ത് വാർഡിക്ക് 11 മണിയായപ്പോൾ രാവിലെ മാറ്റി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു എക്സ്റേ എടുക്കണം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കാൻ വേണ്ടി എക്സ്റേ എടുപ്പിച്ചു. അതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വാർഡിക്ക് തന്നെ മാറ്റി അവിടെ കടത്തി. പിന്നെ രാത്രി ആയപ്പോൾ കാലിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി. കളർ മാറിയപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് പോയി പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. ആദ്യം ഐസ് കട്ടമാരിയായി കാല്. പുറത്ത് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പുറത്തുനിന്ന് സ്കാൻ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുതരാൻ പറഞ്ഞു. അപ്പോൾ ഒരു പറഞ്ഞു കൊണ്ടു തന്നാൽ ഇവിടെ നോക്കാൻ ഡോക്ടർമാരൊന്നുമില്ല, ഇവിടെ പഠിക്കുന്നവർ മാത്രമേ ഉള്ളൂ, ഇപ്പോൾ സ്റ്റുഡൻറ്റ് മാത്രമേ ഉള്ളൂ, നിങ്ങൾ വേറെ എങ്ങോട്ടേലും കൊണ്ടുപോയിക്കോളി പറഞ്ഞു. അപ്പോഴത്തേനും ഡോക്ടർ പോയി കണ്ട് ആംബുലൻസൊക്കെ വിളിച്ച് കോഴിക്കോട്ടേക്ക് പോകാൻ അവിടെ പോയി നോക്കിയപ്പോഴാണ് വലത് കാലിൻ്റെ നരമ്പ് മേലെന്ന് മുറിഞ്ഞിട്ട് അത് മടക്കി സ്റ്റാപ്ലർ അടുക്കി വെച്ച കാര്യം സ്കാൻ ചെയ്തപ്പോൾ അവർ പറയണത്. നമുക്കറിയില്ലല്ലോ, നമ്മളിത് കാലിങ്ങനെ കാണുമ്പോൾ വൈകുന്നേരം ആയപ്പോഴത് അറിയണത് കറുത്ത കാര്യമൊക്കെ. അങ്ങനെയാണ് ഇപ്പോൾ പ്രശ്നം. കാരണം അവിടെ എത്ര രോഗികൾ വരുന്നതാണ്. ഓരിപ്പോൾ എല്ലാവരോടും ഇതേമാതിരിയൊക്കെ കാട്ടി അങ്ങനെ വയസ്സായതാണ് എഴുതിയിട്ട് നോക്കാന്നിട്ട് കാര്യമുണ്ടോ. നടന്നു പോയതാണ് എൻ്റെ അമ്മേൻ്റെ അമ്മയാണ്.